ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിത്യജീവൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു യുവാവായ ധനവാനായ ഒരു മനുഷ്യൻ നൽകുന്ന നിത്യതയുടെ സന്ദേശമാണ് നാം ശ്രവിക്കുക. ഒരു മനുഷ്യൻ, അവൻ ധനവാനാണ്, സമ്പത്തുണ്ട്, ശക്തിയും ബലവും ആരോഗ്യമുണ്ട്. എന്നാൽ താൻ മരിച്ചു പോകുമല്ലോ എന്ന ഭയം അവന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ആ സമയത്താണ് അവനിതാ പാലസ്തീൻ്റെ തെരുവീഥികളിലൂടെ ഇതാ ഒരു ദൈവം നിത്യജീവനെക്കുറിച്ച് സംസാരിച്ച് കടന്നു പോകുന്നു. എന്നെ അനുഗമിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ യുവാവ് ആ സ്വരം കേട്ടപ്പോൾ യേശുവിന് അരികിലേക്ക് നിത്യജീവൻ അന്വേഷിച്ച് വരുന്നു. യഥാർത്ഥത്തിൽ ഈ യുവാവ് യേശുവിൻ്റെ അരികിൽ വന്നെത്തുന്നത്, അവൻ പ്രതീക്ഷിച്ച നിത്യജീവൻ എന്നത് ഈ ലോകത്ത് മരിക്കാതിരിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന അർത്ഥത്തിലാണ്. യേശു പറയുന്നു, നീ നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. ഏതെല്ലാം? യേശു പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്നു. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. യുവാവ് ആശ്ചര്യത്തോടു കൂടി യേശുവിനോട് ചോദിക്കുന്നു, ഞാൻ ചെറുപ്പം മുതൽ ഇതെല്ലാം പാലിക്കുന്നുണ്ട്, എനിക്കിനിയും എന്താണ് ഒരു കുറവ്? യേശു ആ യുവാവിനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറയുന്നു, മകനെ, നിനക്കൊരു കുറവുണ്ട്, അത് നിൻ്റെ സമ്പത്താണ്. ആ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വിശുദ്ധ ബൈബിളിൽ നമ്മൾ പിന്നീട് കാണുന്നത് ഈ യുവാവ് വളരെ സങ്കടത്തോടെ തിരികെ പോയി എന്നതാണ്. ക്രിസ്തുവിൻ്റെ അരികിൽ വന്നിട്ട് സങ്കടപ്പെട്ടു പോകുന്ന ഒരു ദുരന്ത കഥാപാത്രം കൂടിയാണ് ഈ യുവാവ്. അവന് ധനവും ശക്തിയും ബലവും എല്ലാം ഉണ്ടായിരുന്നിട്ടും, നിത്യജീവൻ്റെ കൃപ അവൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും അത് സ്വന്തമാക്കുവാൻ കഴിയാതെ പോയി. കാരണം ആ നിത്യജീവൻ്റെ മഹത്വം സ്വന്തമാക്കാൻ അവൻ ചിലത് നഷ്ടപ്പെടുത്തണമായിരുന്നു. അതിന് തയ്യാറാകാത്തതിനാൽ ആ യുവാവിന് നിത്യജീവൻ്റെ കൃപയാണ് നഷ്ടപ്പെട്ടത്. പ്രിയ ദൈവമക്കളെ, ഈ യുവാവ് ഞാനോ നിങ്ങളോ ആണ്. പലപ്പോഴും നിത്യജീവനെ പ്രതി ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തുന്ന നാം പലതും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകുന്നില്ല. നാം എല്ലാം കരുതി കൂട്ടുവാനും സൂക്ഷിച്ചു വയ്ക്കുവാനും ആഗ്രഹിക്കുന്നു. അത് നമുക്ക് നിത്യജീവന് തടസ്സമാകുന്നുവെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. നാം നിത്യമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഈ ഭൂമിയിൽ വ്യാപരിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും തടസ്സമായി നമ്മളിൽ നിലകൊള്ളുന്നവയെ നാം നിശ്ശേഷം ഉപേക്ഷിക്കണം. യുവാവിനോട് യേശു പറയുന്നത്, പരിപൂർണമായി നീ സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനാണ്. നീ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അരികിൽ വരിക. അതെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നിൽക്കാൻ യോഗ്യത നൽകപ്പെടുന്നത് ദൈവത്തെക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, മനസ്സിൽ മറ്റൊന്നിനും ഇടയില്ലാതെ വരുമ്പോഴാണ്. ദൈവത്തെക്കാൾ അധികമായി ധനത്തെയോ സൗഭാഗ്യങ്ങളെയോ സമ്പത്തിനെയോ വ്യക്തികളെയോ നാം കരുതി വെക്കുമ്പോൾ നാം സത്യത്തിൽ ഈ യുവാവിൻ്റെ സ്ഥാനത്താണ്. അത് നഷ്ടപ്പെടുത്താതെ വരുമ്പോൾ നമ്മൾ നിത്യജീവൻ സ്വയം നഷ്ടപ്പെടുത്തിയ വ്യക്തിയായി മാറുകയും ചെയ്യും. ഈ യുവാവ് യേശുവിൻ്റെ അരികിൽ സങ്കടത്തോടെ വന്നു. അവൻ വലിയ സങ്കടത്തോടെ തിരികെ പോയി. പ്രിയ ദൈവമക്കളെ, ഈ ദുരിതം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ അരികിൽ വന്നിട്ട് നീ സങ്കടപ്പെട്ട് തിരികെ പോയാൽ പിന്നെ ആരുടെ അടുക്കൽ പോകും? ക്രിസ്തുവിൻ്റെ അരികിൽ നിന്ന് നിനക്ക് ലഭിക്കാത്ത സമാധാനവും സാന്ത്വനവും നിത്യജീവൻ്റെ പ്രതീക്ഷയും ഭൂമിയിൽ മറ്റാർക്കും നൽകാൻ കഴിയില്ല. ഈ പുണ്യഭൂമിയിലെ അവസാനത്തെ രക്ഷയുടെ അടയാളമാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നീ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് പോയാൽ മറ്റൊരു അഭയവും ഭൂമിയിൽ ബാക്കിയില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ അരികിൽ വരുന്ന നമ്മൾ ഈ യുവാവിനെ പോലെ നഷ്ടധൈര്യരായി ദുഃഖിതരായി തിരികെ പോകരുത്. ക്രിസ്തുവിൻ്റെ അരികിൽ ഒത്തിരി പേർ നൊമ്പരത്തോടു കൂടി വരുന്നുണ്ട്. അവരെല്ലാം തിരികെ പോയത് ആശ്വാസത്തോടും ആനന്ദത്തോടും കൂടിയാണ്. അന്ധരായ മനുഷ്യൻ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചാണ് തിരികെ പോയത്. മരിച്ച മനുഷ്യൻ ജീവൻ വീണ്ടെടുത്ത് തിരികെ പോയി. ഹൃദയസമാധാനം നഷ്ടപ്പെട്ട് പാപപങ്കുലമായി ജീവിതം നയിച്ച വ്യക്തികൾ ക്രിസ്തുവിൻ്റെ അരികിൽ വന്നപ്പോൾ അവർ പുണ്യപ്പെട്ട് തിരികെ പോയി.
എന്നാൽ ഈ യുവാവാകട്ടെ സങ്കടത്തോടെ വന്നു, സങ്കടത്തോടെ തിരികെ പോയി. നമുക്ക് ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രത്യാശയോടെ ചെല്ലാം. അവിടുന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് ഉപേക്ഷിക്കാം. അങ്ങനെ നിത്യജീവൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.